ഇതൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഷോർട്സിൽ ഒതുങ്ങാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:30. പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഏറ്റവും വഴിക്ക് ആദ്യം ചെയ്ത പണിയാണ് പിള്ളേരുടെ യൂണിഫോം അയൺ ചെയ്യുക എന്നുള്ളത്. ഇന്നലെ രാത്രി ചെറിയൊരു മടിയുള്ളത് കൊണ്ട് അത് ചെയ്തില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് ചെന്ന് ചായയും നൂലപ്പമാണ് ഉണ്ടാക്കണേ. അപ്പം നൂലപ്പത്തിനുള്ള കടലയും നൂലപ്പം പൊടി കുഴയ്ക്കാനുള്ള വെള്ളം ഒക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ചോറ് വെക്കാൻ വെള്ളം വെച്ചു അടുപ്പിൽ. എന്നിട്ട് നാളികേരവും സാധനങ്ങളൊക്കെ വൃത്തിയാക്കി. പിള്ളേർക്ക് ഇന്ന് സോയാബീനാണ് കേട്ടോ കൊടുത്തയച്ചത്. സോയ ഫ്രൈയും കടലക്കറിയിൽ കടലും മാത്രം കേട്ടോ കൊടുത്തയച്ചത്. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവരെ പറഞ്ഞയച്ചു കേട്ടോ. അതിനിടയിൽ ഞാൻ അടുക്കളയിലത്തെ കുറച്ച് പണികൾ കഴിഞ്ഞപ്പോൾ അടുക്കള ചെറുതായി ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുക്കള എല്ലാ ഭാഗവും, അടുക്കളയും ഹോളും എല്ലാ ഭാഗത്തും അടിച്ചു വാരി തുടയ്ക്കാനും അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈയും കാലും മുഖമൊക്കെ കഴുകി സാമി റൂമിൽ കയറി തൊഴുക എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ദൈവത്തിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ കേട്ടോ. അതിനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു കാര്യം ഞാൻ ദിവസം മുടങ്ങാതെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇന്നും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേട്ടൻ പണിക്ക് പോയതുകൊണ്ട് അവർ നേരത്തെ കഴിച്ചിട്ട് പോയിട്ടാ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേനും മീൻകറി അടുപ്പിലിരുന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളി കാച്ചി ഒഴിച്ചു കേട്ടാ. ഏട്ടക്കൂരിയായിരുന്നു കേട്ടോ മീൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ കൊണ്ടിട്ടു കേട്ടാ. അത് കഴിഞ്ഞ് അടിച്ചു വാരി എല്ലായിടവും വൃത്തിയായി തുടച്ചിട്ടു. ഇതിനിടയിൽ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞു കേട്ടോ. തലേന്നത്തെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടത് ഉണങ്ങിയതൊക്കെ മടക്കി വെച്ചു. അവിടെ നിന്ന് തന്നെ മടക്കിയിട്ട് വരും കേട്ടോ. മുകളിൽ നിന്ന് റൂമിലേക്ക് വന്നാൽ പിന്നെ എനിക്ക് മടിയാവും. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴത്തേനും 11 മണിയായിട്ട് ഇന്ന്. അല്ലെങ്കിൽ ഇതിനേക്കാളും നേരത്തെ കഴിയാറുണ്ട്. ഇന്നിപ്പോൾ വീഡിയോസൊക്കെ പിടിച്ച് നടന്നപ്പോൾ അതിൻ്റേതായ സമയം അതിന് പോയിട്ടുണ്ടായിരുന്നേ. എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ റൂമിലേക്കാണ് കേട്ടോ പോണേ. വേറെ ഒന്നിനല്ല, എൻ്റെ അസൈൻമെൻറ്റ് എഴുതാനാണ് കേട്ടോ. അസൈൻമെൻറ്റ് 5-ാം തീയതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി 2 എണ്ണം കൂടി ഉണ്ട് എഴുതാൻ. അങ്ങനെ അസൈൻമെൻറ്റ് എഴുതാൻ വന്നിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നേ. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പോൾ എത്ര മഴ പെയ്താലും മടി ഉണ്ടെങ്കിലും ഞാനത് എഴുതാനിരുന്നു. 5-ാം തീയതി സബ്മിറ്റ് ചെയ്യണമല്ലോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡിഗ്രിയിൽ ഏത് സെമ്മിലും എല്ലാ സെമ്മിലും ഇപ്പോൾ 4th സെമ്മായേ. അപ്പോൾ എല്ലാ സെമ്മിലും അസൈൻമെൻറ്റ് ഉണ്ട്. അതൊക്കെ എഴുതി എനിക്ക് മടുത്തു കേട്ടോ. എഴുതാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമല്ലേ ഇപ്പോൾ. അങ്ങനെ 3:30 ആയപ്പോൾ എല്ലാം എടുത്ത് മാറ്റി വെച്ച് എഴുതിക്കൊണ്ടിരുന്ന ടേബിളിൽ തന്നെ ഒരു 10 മിനിറ്റ് തല ചാച്ച് കിടന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രിയും ഉച്ചയ്ക്കൊക്കെ ഉറക്കം കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഇന്നങ്ങനെ അടിപിടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ അല്ലൂസ് പോയി പാലും പാത്രമൊക്കെ എടുത്തിട്ട് വന്നു. പിള്ളേർ കൂലിയൊക്കെ കഴിഞ്ഞ് എന്നത്തെയും പോലെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഇതിനിടയിൽ വാവിച്ച് പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഈ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യുന്നൊന്നും പറയല്ലേ, കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തോളൂ എന്നൊക്കെ. ഇനിയുള്ള വീഡിയോ